Watch India's largest kids library only on Jio Hotstar. Download the app now. വലിയേട്ടാ, ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ് കേട്ടോ. ഞങ്ങളെയൊക്കെ നിങ്ങള് മൊറീഷ്യസിലേക്ക് കൊണ്ടുപോകണമെന്ന് കേട്ടല്ലോ. എന്റെ അമ്മോ, വല്ലപ്പോഴും ഒരു ചേഞ്ച് ഒക്കെ നമുക്ക് വളരെ അത്യാവശ്യമല്ലേ. പോയി തിരിച്ചു വന്നതും ആ ജോണിനെ പിടിച്ച് ഞാൻ ജയിലിനകത്ത് ഇടും. എന്നിട്ട് തന്നെ ബാക്കി കാര്യം. എന്ത് ഇവരെല്ലാവരും മൊറീഷ്യസ് പോകുന്നു എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടോ? ഇവരുടെ പിക്നിക്കിനെ ഞാൻ ഡിസ്ട്രോയ് ചെയ്തില്ലെങ്കിൽ എന്റെ പേര് ജോൺ ദ ഡോൺ അല്ല. ഞാൻ എന്ത് ചെയ്യാൻ പോണെന്ന് നോക്ക്. വരൂ വരൂ എല്ലാവരും. ഇവര് നമ്മളെ വിട്ടിട്ട് മൊറീഷ്യസ് പോവാനേ പാടില്ല. നമ്പർ 1, നമ്പർ 2 വേഗം വന്ന് എന്നെ പോലെ പിടിക്ക. ജോണാകും ഡോൺ, ജോണാകും ഡോൺ. എന്തുകൊണ്ടാണ് ഇത് ഇത്ര ചൂടായിട്ടുള്ളത്? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആരെങ്കിലും എന്നെ രക്ഷിക്കടോ. എന്റെ അമ്മോ, എനിക്കെന്തോ ഇവിടെ ജോണിന്റെ ശബ്ദം കേട്ടത് പോലെ. പോലീസുകാർക്ക് എപ്പോഴുള്ള പ്രശ്നം തന്നെയാണ് ഇത്. എവിടെ പോയാലും കുറ്റവാളികളെ കുറിച്ചുള്ള ആലോചന. ബോസ്, നമ്മൾ മൊറീഷ്യസ് പോകുന്നതിന് മുമ്പേ നമ്മുടെ ജീവൻ ഇവിടെ തന്നെ വെച്ച് അവസാനിക്കുന്ന. ഇങ്ങനെ അപശകനമായിട്ട് സംസാരിക്കല്ലേ. എന്നെ രക്ഷിക്ക, ആരെങ്കിലും എന്നെ രക്ഷിക്ക. എന്റെ അമ്മോ, എനിക്ക് വീണ്ടും ജോണിന്റെ ശബ്ദം കേട്ടതുപോലെ. ജോൺ ഇവിടെ തന്നെ എവിടെയോ ഉണ്ട്, എനിക്ക് ഉറപ്പാണ്. സാറേ, നമ്മളൊക്കെ ഒരു പിക്നിക്കിന് പോവാണ്. ഇവിടെ നിങ്ങളുടെ കള്ളനും പോലീസും കളിയൊന്നും വേണ്ട കേട്ടല്ലോ. ഓക്കേ ഓക്കേ, എന്നാ ശരി. ഇനിയും ചൂട് അധികമാവാണല്ലോ. അവരുടെ സന്തോഷം ഞാൻ എങ്ങനെ നശിപ്പിക്കാൻ പോകുന്നെന്ന് എല്ലാവരും നോക്കിക്കോ. ഹലോ ജക്ക, ഞാൻ നിങ്ങളുടെ ഗൈഡാണ്. നിങ്ങൾ എല്ലാരും വേഗം ചെന്ന് റിഫ്രഷ് ആവൂ. നമുക്ക് എല്ലാവരും സ്കൂബ ഡൈവിംഗ് ചെല്ലാം. സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴാ പോകുന്നത്? ഞാനിവരെ സ്കൂബ ഡൈവിംഗ് മനസമാധാനത്തോടെ ചെയ്യാൻ വിടില്ല. പൊളിക്കട്ടല്ലോ. ഇത്രയും മനോഹരമായ മത്സ്യങ്ങൾ എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടേ. ഗൈഡ് സാറേ, ഞങ്ങൾ എപ്പോഴാ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോകുന്നത്? മോട്ടുവിന് വെള്ളത്തിൽ പോകാൻ ആഗ്രഹമാണോ? അവന്റെ ആഗ്രഹം ഞാൻ ഇപ്പോൾ തന്നെ സഫലമാക്കി കാണിച്ചു തരാം. മോട്ടു പത്ലു സ്കൂബ ഡൈവിംഗിനെ നല്ലപോലെ എൻജോയ് ചെയ്യുകയാണോ? ഹലോ സർ, ഞാൻ നിങ്ങൾ രണ്ടുപേരുടെ ഫാനായി. വാട്ട് എ ലവ്ലി ഷോ. മീനുകളുടെ ഒപ്പം തന്നെ നിങ്ങൾ വളരെ നന്നായി ഡാൻസ് കളിച്ചു. അതെ, അത് പിന്നെ ഞങ്ങളുടെ ദേഹത്ത് ബ്രെഡ് ക്രംസ് ഒക്കെ വന്ന് വീണപ്പോ മീനുകളൊക്കെ ഞങ്ങളുടെ നേർക്ക് കുതിച്ചു വന്നതല്ലേ. അതിനുശേഷം ഞങ്ങളും അവരുടെ കൂടെ ഡാൻസ് പെർഫോമൻസ് ചെയ്തതല്ലേ. ഇതാ ഞങ്ങളുടെ വക സമ്മാനം. നിങ്ങൾക്ക് ഞങ്ങൾ ഗോൾഡൻ ട്രോഫി സമ്മാനിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എനിക്കും ട്രോഫി വേണം. നമ്പർ 1, നമ്പർ 2 എന്റെ മേത്തും ബ്രെഡ് ക്രംസിനെ ഇടൂ വേഗം.
ഈ ഷോർക്ക് ഇപ്പൊ എവിടെ നിന്നാണ് വന്നത്? എന്നെ ആരെങ്കിലും രക്ഷിക്കേ പ്ലീസ്. അല്ല വർമ്മ ചേട്ടാ, ആ കാണുന്ന കൂടില്ലേ, അതില് വളരെ ദേഷ്യമുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാന്തർ ഉണ്ട്. ഇന്ന് വരെ ഒരു ട്രെയിനർ അതിനെ ട്രെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വലിയേട്ടാ രക്ഷിക്കണേ. എന്റെ അമ്മോ, നമ്മുടെ കൂട്ടുകാരെ ആരെങ്കിലും രക്ഷിക്കണേ, വേഗം. അയ്യോ, ആരെങ്കിലും അവരൊന്ന് രക്ഷപ്പെടുത്തിക്കേ. വലിയേട്ടാ രക്ഷിക്കണേ, രക്ഷിക്കണേ, ഇതിനെ പിടിച്ചു നിർത്ത്. അയ്യോ, ഇവരൊന്ന് രക്ഷപ്പെടുത്തിക്കേ. മോട്ടു, ഈ ടൈഗർ നമ്മുടെ കൂടെ കളിക്കായിരുന്നു. ഇത് വളരെ സ്നേഹമുള്ള ടൈഗറാ. അപ്പൊ പിന്നെ ഞാനും ഇതിന്റെ കൂടെ കളിക്കും. ടൈഗർ മോനെ വരൂ, വരൂ. എന്ത്, നിങ്ങൾ ഇപ്രാവശ്യം രക്ഷപ്പെട്ടോ? പക്ഷെ നിങ്ങളെ കൊണ്ട് ഈ കറുത്ത ചീറ്റപ്പൊലിന്റെ അടുത്തൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ബ്ലാക്ക് പാന്തർ കൂട്ടിന്ന് പുറത്തിറങ്ങിയോ? അയ്യോ, ഇപ്പൊ എന്താ സംഭവിക്കാൻ പോണേ? ഇനിയിപ്പോ ഇവരുടെ കാര്യം എന്താകും? ബത്തുലു കണ്ടില്ലേ, ബ്ലാക്ക് പാന്തർ വന്നിട്ടുണ്ട്. ആ ചുക്ക് 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 ഗില്ലി 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 ഗില്ലി. അത് നിങ്ങൾ രണ്ടുപേരെയും കഴിക്കും. വരൂ ബത്തുലു, വരൂ, നമുക്കിതിലിങ്ങനെ സവാരി ചെയ്യാന്നേ. മോട്ടു, ഈ പാന്തർ ബ്ലാക്ക് ആയിരുന്നില്ലേ, പിന്നെ ഇപ്പോഴെങ്ങനെ റെഡ് ആവുന്നേ? അത് നിങ്ങൾ രണ്ടുപേരുടെ കൂടെയും കളിക്കുന്നതല്ല, അത് വളരെ ദേഷ്യത്തിലാണ്, അതുകൊണ്ടാണ് ചുവന്ന നിറത്തിൽ മാറിയത്. ബത്തുലു കണ്ടില്ലേ, ഇതിന്റെ കാലിലൊരു മുള്ളു കുത്തിയിട്ടുണ്ട്, കണ്ടില്ലേ? നിങ്ങൾക്ക് വല്ലതും പറ്റിയോ? ആ, മോട്ടു പട്ലു, നിങ്ങൾ രണ്ടുപേരും നല്ല കഴിവുള്ളവരാ. അത് മാത്രമല്ല, എന്റെ വക നിങ്ങൾക്കൊരു സമ്മാനമുണ്ട്. ഇത്തവണ ഞാൻ ട്രോഫി ജയിച്ചു തന്നെ ആവണം. ഹലോ മൈ ഡിയർ ഫ്രണ്ട്, ഹൗ ആർ യു? എന്ത്, ഇതിപ്പോ ദേഷ്യത്തോടെയാണ് ഉള്ളത്? എന്നെ ആരെങ്കിലും രക്ഷിക്കേ പ്ലീസ്. അത് വളരെ ദേഷ്യത്തിലാണ്, വേഗം ഓടി രക്ഷപ്പെട്ടോ. ആരെങ്കിലും രക്ഷിക്കണേ പ്ലീസ്. ഇപ്പൊ മോട്ടു പത്ലുവിന്റെ ഗ്ലൈഡ് എത്ര മോശമായിട്ടുണ്ടാവാൻ പോകുന്നു നോക്ക്. അവര് ഭൂമിക്ക് തിരിച്ചു വരില്ല, ഒറ്റയടിക്ക് മേലെ പോവും. ബത്തുലു, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? അത് കണ്ടില്ലേ, ഏതൊരു സപ്പോർട്ടും ഇല്ലാതെ അവർ എങ്ങനെയൊക്കെ സ്റ്റണ്ട് ചെയ്തു. ഞാനിപ്പോൾ ഇവരുടെ ഫാനായി. ബത്തുലു, നമുക്ക് എന്താ സംഭവിക്കുക? എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? മോട്ടു കയറിലേക്ക് പിടിച്ചോ, എന്നിട്ട് നേരെ ബോട്ടിലേക്ക് വിട്ടോ. കൺഗ്രാചുലേഷൻ മോട്ടു പട്ലു, നിങ്ങളുടെ ഷോ ഗംഭീരമായി. മോട്ടു പത്ലുവിന് ട്രോഫിന്റെ മേലെ ട്രോഫി കിട്ടുകയാണല്ലോ. എനിക്കും ട്രോഫി വേണം, ഞാൻ വിടില്ല. ബോസ്, അത് വിട്ടുകള. ട്രോഫി വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാ നിങ്ങൾ ഓരോ സമയത്തും അപകടത്തിലായത്.
കണ്ണൊക്കെ പൊട്ടിയല്ലോ. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. നന്നായി ആ ജോൺ ദ ഡോൺ നമ്മുടെ കൂടെ ഇല്ലായിരുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ മുഴുവൻ ട്രിപ്പും അവൻ വന്ന് ഒന്നും ഇല്ലാതാക്കി കളഞ്ഞേനെ. അല്ല അതാരാ കരയുന്നത്? ശബ്ദം കേട്ടിട്ട് ജോണിനെ പോലെയുണ്ടല്ലോ. ഞാനാണ് ജോൺ. Watch India's largest kids library only on Geo Hotstar. Download the app now.